പാലക്കാട് പട്ടാമ്പിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ വൈകിച്ചതായി പരാതി. വാടാനംകുറിശ്ശിയിൽ നിന്നും ബസ്സും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ 15ഓളം പേർക്കാണ് ചികിത്സ വൈകിയത്. സേവന ഹോസ്പിറ്റലിൽ ബില്ല് ബില്ല് വാങ്ങി ഞങ്ങൾ എക്സ്ട്രാ കിട്ടണമെങ്കിൽ ഈ പോലീസുകാർ ഇവിടെ എത്തേണ്ടി വന്നു. 5 മണിക്ക് ഞങ്ങൾ ഇവിടെ വന്നിട്ട് 8:10 ആവാനായില്ലേ. ഇത്ര സമയം എന്നിട്ടും ഇപ്പോൾ അവരോട് എക്സ്ട്രാ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സമയമായിട്ടില്ല. എക്സ്ട്രാക്ക് ഞങ്ങൾ പോയി. അപ്പോൾ അവർ പറയണം ഡോക്ടറുകൾ വന്ന് ഒപ്പഴാണ് ഞങ്ങൾ രാവിലത്തെ പ്രശ്നം അവർ കൊടുക്കേണ്ട പറയാൻ വലിച്ച് വന്ന് ഞങ്ങൾ ചെയ്തത്. മരുന്ന് ലിസ്റ്റ് തന്നിട്ടില്ല, എക്സ്ട്രാ തന്നിട്ടില്ല. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? എന്ത് കാരണം കാണിച്ചാണ് ആശുപത്രി അധികൃതർ ചികിത്സ നിഷേധിച്ചത്? അഖില, ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. പട്ടാമ്പിക്ക് സമീപം വാടാനംകുറിശ്ശിയിൽ അവിടെ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക്, ബസ്സിലുണ്ടായിരുന്ന 15ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിന് വേണ്ടിയാണ് പട്ടാമ്പിയിലെ സേവന ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ എത്തിയ ആളുകൾക്ക് ചികിത്സ വൈകിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. എക്സ്റേ എടുക്കേണ്ട ആളുകൾ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ എടുക്കാൻ ആശുപത്രി അധികൃതർ ആ സമയം തയ്യാറായില്ല. അതിനവർ പറയുന്ന കാരണം ഇതിന്റെ എല്ലാം ചികിത്സാ ചെലവ് ആര് നൽകും എന്നത് വലിയ തർക്കമായി. രോഗികളാണോ, ഇവിടെ വന്ന യാത്രക്കാരാണോ നൽകുക, അതല്ല ബസ് ഉടമയാണോ നൽകുക എന്നുള്ള, ബസ് ജീവനക്കാരോ ഉടമയാണോ നൽകുക എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഇങ്ങനെ ഈ കാര്യത്തിലൊരു തർക്കം ഉന്നയിച്ചുകൊണ്ടാണ് ചികിത്സ വൈകിപ്പിച്ചത് എന്നതാണ് യാത്രക്കാർ പറയുന്നത്. പിന്നീട് പട്ടാമ്പിയിൽ നിന്നും പോലീസ് എത്തി ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ചികിത്സ നൽകണമെന്ന നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിച്ചത് എന്നതാണ് യാത്രക്കാർ പറയുന്നത്. പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.